സാർ നമസ്കാരം. നമസ്കാരം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ മിക്കവാറും പ്രതീക്ഷിച്ച ഒന്ന് തന്നെയാണ് സംഭവിച്ചത്. സീറ്റിന്റെ ഏറ്റക്കുറച്ചിലുകൾ മാത്രമാണ് ഇനി ചർച്ച ചെയ്യപ്പെടേണ്ടതുള്ളൂ. അവിടെയും സാർ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നിരീക്ഷകർ പറഞ്ഞ കാര്യങ്ങളോട് ഏറെ കൂടുതൽ അടുത്ത് നിൽക്കുന്നു. സീറ്റ് നില ഇതുവരെ ജയിച്ചതും ലീഡ് പ്രഖ്യാപിച്ചതുമായ സീറ്റുകൾ നോക്കുമ്പോൾ അങ്ങനെ ഒരു അക്കത്തിലേക്ക് കടക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊന്നുമല്ല. UDFന്റെ വിജയവും UDFന്റെ മന്ത്രിസഭാ രൂപീകരണവും എല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ പ്രവചിക്കപ്പെട്ടത് തന്നെയാണ്. എന്നാൽ BJPക്ക് കേരളത്തിൽ ഇക്കുറി നിയമസഭയിൽ താമര വിരിയിക്കാൻ സാധിക്കും എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ പലപ്പോഴും സംശയത്തോടു കൂടി തന്നെയാണ് പല എക്സിറ്റ് പോളുകളും കണ്ടിരുന്നത്. അപ്പോഴും BJPക്ക് കൂടി വന്നാൽ ഒരു സീറ്റ് കിട്ടും എന്നുള്ളത് തന്നെയായിരുന്നു പല എക്സിറ്റ് പോളുകളും പല രീതിയിലാണ് പറഞ്ഞിരുന്നത്. ചിലർ 1 മുതൽ 3 വരെ പറഞ്ഞു, ചിലർ 3 മുതൽ 5 വരെ പറഞ്ഞു. അവസാനം ചാണക്യാറ്റൂടെ പറഞ്ഞത് 3 മുതൽ 7 വരെ എന്ന് പറഞ്ഞത്. ഇപ്പോൾ BJPയുടെ കക്ഷിനില നോക്കുമ്പോൾ BJP 3 ഇടങ്ങളിലായി താമര വിരിയിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് ഒരു വൻ ഗൂഢാലോചനയുടെ വൻ ഡീലിൻ്റെ ഒരു പ്രതിസ്ഫുരണമാണോ? മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ലാവ്ലിൻ കേസ്, അദ്ദേഹത്തിൻ്റെ മകളുടെ പേരിലുള്ള മാസപ്പടി കേസ്, കരിമണൽ ഖനന കമ്പനിയായ CMRൽ നിന്നും 1,72,00,000 രൂപ മാസപ്പടി വാങ്ങിച്ചൊരു കേസ്. ആ കേസിൽ സീരിയസ് ഫുഡ് ഇൻവെസ്റ്റിഗേഷൻ്റെ അന്വേഷണം നടക്കുന്നു. സമാന്തരമായി EDയുടെ അന്വേഷണം നടക്കുന്നു. EDയുടെ അന്വേഷണം മുഖ്യമന്ത്രിയുടെ മകൻ വിവേകിലേക്കും ചെന്നിരിക്കുന്നു, നോട്ടീസ് അയച്ചിരിക്കുന്നു എന്നൊക്കെ തന്നെയുള്ള വാർത്തകൾ നമ്മളുൾപ്പെടെ പ്രക്ഷേപണം ചെയ്തിരുന്നതാണ്. ഇതിൽ നിന്നെല്ലാം ഒരു ശാശ്വത പരിഹാരം നേടുക അഥവാ അറസ്റ്റ്, കേസ്, ജയിൽ ഒക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടി കേന്ദ്രം ഇനി തുടർന്ന് ഭരിക്കാനിടയുള്ള ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന BJP സർക്കാരിൽ നിന്നും ഒരു തടി രക്ഷിക്കുന്നതിന് വേണ്ടി, തൻ്റെയും കുടുംബത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി കേരളത്തിൽ 3 ഇടങ്ങളിലായി പിണറായി വിജയൻ താമര വിരിയിച്ചു കൊടുത്തതാണ് എന്നുള്ളൊരു നിരീക്ഷണം ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലെല്ലാം ഉയരുന്നുണ്ട്. മുതിർന്ന പത്രപ്രവർത്തകൻ എന്ന രീതിയിൽ കഴിഞ്ഞ 45 വർഷക്കാലമായി കേരളത്തിലെ ചെറുതും വലുതുമായ രാഷ്ട്രീയ സ്പന്ദനങ്ങൾ നോക്കിക്കാണുകയും വ്യക്തമായ രീതിയിൽ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരാളെന്ന രീതിയിലും പിണറായി വിജയൻ്റെ ലാവ്ലിൻ കേസ് സുപ്രീം കോടതിയിൽ എത്തിക്കുകയും അതിൽ കക്ഷി ചേരുകയും ചെയ്ത ഒരാളെന്ന രീതിയിലും എന്താണ് സാറിൻ്റെ അഭിപ്രായം? അതായത് നേരത്തെ ഞാൻ ചെയ്ത വീഡിയോയിൽ 3 സീറ്റിൽ BJP വിജയിക്കും എന്ന് കൃത്യമായി പറഞ്ഞിരുന്നു. ഒന്ന് നേമത്ത്, ഒന്ന് കഴക്കൂട്ടത്ത്, ഒന്ന് പാലക്കാടോ അല്ലെങ്കിൽ മറ്റു സ്ഥലമായിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞത്. ചാത്തന്നൂർ അതിൽ പെട്ടത് തന്നെയായിരുന്നു. 10 സീറ്റുകളിൽ UDF പിണറായി വിജയൻ BJPക്ക് അനുകൂലമായി വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അവസാനം പാലക്കാട് ശോഭാ സുരേന്ദ്രൻ്റെ അവിടെ തിരിച്ച് വോട്ട് ചെയ്യുന്നതിൽ പിന്മാറി അവരെ തോൽപ്പിക്കാൻ വേണ്ടി പ്രത്യേക നിർദ്ദേശം അവിടെ CPMന് കൊടുത്തിരുന്നു. അതിന് കാരണം അവർ പിണറായിക്കെതിരെ നിയമസഭയിൽ വിരൽ ചൂണ്ടി സംസാരിക്കുമെന്ന് പറയുന്ന ശക്തമായ രൂപത്തിൽ സംസാരിച്ച കാര്യം അവരെ മുന്നിലെത്തിക്കുകയും അവരെ തോൽപ്പിക്കാൻ വേണ്ടി BJPയിലെ ചില നേതാക്കന്മാർ തന്നെ പിണറായി വിജയന് കൃത്യമായി വിവരം കൊടുക്കുകയും അവിടെ തോൽപ്പിക്കാനുള്ള ഏർപ്പാട് ചെയ്യണമെന്ന് പറയുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ വോട്ട് CPMൻ്റെ വോട്ട് BJPക്ക് അനുകൂലമാവുന്നതിന് പകരം UDFന് മാറ്റിക്കുത്തി എന്നുള്ള വിവരമാണ് എൻ്റെ മുന്നിലുള്ളത്. മാത്രമല്ല BJPയിലെ ചില ശക്തികൾ, അതായത് ശോഭാ സുരേന്ദ്രനെതിരെ നിൽക്കുന്ന ശക്തികൾ അവിടെ മറച്ചു കുത്തി എന്ന് പറയുന്ന ഒരു കാര്യം ഇപ്പോൾ ശരിയായി വന്നിരിക്കുകയാണ്. അല്ല, അത് സാറ് പറഞ്ഞൊരു കാര്യം ഇപ്പോഴും ഞാൻ ഓർക്കേണ്ടത്, നമ്മൾ ഒരുമിച്ചാണ് ആ വീഡിയോ ചെയ്തത്. പാലക്കാട് ശോഭാ സുരേന്ദ്രനെതിരെ കൃത്യമായ നീക്കം ഉണ്ടാകും. BJPയുടെ അകത്തു നിന്ന് തന്നെ ഏതാണ്ട് 10,000-നും 15,000-നും ഇടയിലുള്ള വോട്ടുകൾ മറിക്കപ്പെടും എന്നുള്ളത് സാറ് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ ഈ റിസൾട്ട് വരുമ്പോൾ അത് കൃത്യമായി തന്നെ വോട്ടിംഗ് പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ പാലക്കാട് മുനിസിപ്പാലിറ്റി 15,000 വോട്ടിന്റെ ഭൂരിപക്ഷം വരെ കിട്ടേണ്ടതാണ് ശോഭാ സുരേന്ദ്രന്. അവർക്ക് കിട്ടിയിരിക്കുന്നത് 2,813 വോട്ടാണ്. അതിന്റെ അർത്ഥം 10,000 വോട്ട് അവർക്ക് മറച്ചു അവിടേക്ക് UDFലേക്ക് പോയി എന്നുള്ളത് സത്യമാണ്, തെളിയിച്ചിരിക്കുകയാണ്. അപ്പം അവിടുത്തെ കാര്യം വിടുക, അത് പിന്നീട് നമുക്ക് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ചാത്തന്നൂരിലും കോവളത്തും അതേപോലെ നേമത്തും
CPM-ന്റെ വോട്ട് UDF-ന് മറച്ചു കൊടുക്കണം എന്നുള്ളത് അത് തീരുമാനമാണ്, പിണറായി വിജയനുള്ള നിർദ്ദേശമാണ്. അത് കൃത്യമായി തന്നെ പിണറായി വിജയൻ പാലിച്ചതിന്റെ ഭാഗമായിട്ടാണ് കടകംപള്ളിയെ വിട്ട് അവസാനം മുരളീധരൻ അവിടെ വിജയിക്കാനുണ്ടായി. ജോഡിഞ്ച് ഫൈറ്റ് ആയിരുന്നു. അവസാനം 200-190 ഒക്കെ വോട്ടിന്റെ ലീഡിനാണ് രണ്ടും മാറി മാറി വന്നത്. ഇപ്പൊ 167 വോട്ടിനാണ് അവിടെ ജയിച്ചിട്ടുള്ളത്. ചാത്തന്നൂരിൽ 4000 വോട്ടിനും അതുപോലെ നേമത്ത് 3500 വോട്ടിനുമാണ് വിജയിച്ചിട്ടുള്ളത്. ഈ 3 മണ്ഡലങ്ങൾ BJP ചരിത്രത്തിൽ ആദ്യമായി നേടിയിട്ടുണ്ടെങ്കിൽ പിണറായി വിജയന്റെ സംഭാവനയാണ്. എന്നാൽ തിരിച്ചിട്ടോ BJP അണികൾ ആരും തന്നെ CPM-ന് വോട്ട് ചെയ്യാൻ പ്രാവശ്യം പോയില്ല. കാരണം CPM-ന്റെ BJP അണികൾ അത്രയ്ക്കും പിണറായി വിജയൻ അറപ്പും വെറുപ്പോട് കൂടിയിട്ടാണ് കണ്ടിരുന്നത്. അല്ല സാർ, ഒന്ന് ഇടപെട്ട് സംസാരിച്ചിട്ടെ, ഈ അവിടുത്തെ ഡീൽ അതായിരുന്നില്ല എന്ന് വേണ്ട അതിൽ നിന്ന് മനസ്സിലാക്കാൻ. കാരണം BJP-യെ ജയിപ്പിക്കുന്നത് പകരമായി CPM-ന് ഏതെങ്കിലും സീറ്റുകൾ BJP-യുടെ വോട്ട് കൊടുക്കുക എന്നുള്ളതായിരുന്നില്ല. പകരം പിണറായി വിജയനും കുടുംബവും നേരിടുന്ന കേസുകളിൽ നിന്നുള്ള ഒഴിവാക്കലായിരുന്നിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ അല്ലാതെ കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ള പേരിൽ 130 സീറ്റുകളിൽ BJP CPM-ന് അനുകൂലമായി ചെയ്യണം എന്നുള്ള ധാരണ, LDF-ന് അനുകൂലമായി ചെയ്യണം എന്നുള്ള ധാരണയിൽ 10 സീറ്റുകളിൽ തിരിച്ചുമായിരുന്നു. ഇപ്പോൾ സംഭവിച്ചത് എന്താണ്? 3 സീറ്റുകളിൽ രക്ഷപ്പെടാൻ പറ്റി. ബാക്കി കഴിഞ്ഞ തവണയൊക്കെ BJP-ക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റിയിരുന്നില്ല. ഇത്തവണ അതേ സമയത്ത് BJP-ക്ക് രക്ഷപ്പെടാൻ പറ്റി. CPM തലകുത്തി വീണു. ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത രൂപത്തിലുള്ള തിരിച്ചടിയാണ് CPM-ന് കിട്ടിയത്. ദയനീയമായ പരാജയം എന്ന് വിശേഷിപ്പിക്കാം. അതിന്റെ ഏറ്റവും വലിയ തിരിച്ചടി എന്ന് പറയുന്നതൊന്നുമല്ല. അതിൽ ഏറ്റവും വലിയ തിരിച്ചടി എന്ന് പറയുന്നത് പിന്നെ ഇവിടെ കണ്ണൂരിൽ പയ്യന്നൂരിലും അതേപോലെ തളിപ്പറമ്പിലും തൃക്കരിപ്പൂരിലും ഉണ്ടായ വലിയ തിരിച്ചടി തന്നെയാണ്. ആ പയ്യന്നൂരിലും തളിപ്പറമ്പിലും ഉണ്ടായിട്ടുള്ള CPM-നുള്ളിൽ ഉണ്ടായ പൊട്ടിത്തെറി അത് തൃക്കരിപ്പൂരിലെയും ബാധിക്കുകയും അത് സന്ദീപ് വാര്യർക്ക് അനുകൂലമായി വോട്ടായി മാറുകയും ചെയ്തു. ഈ 3 സ്ഥലത്തെ അവർക്ക് ഏകദേശം 50,000 വോട്ടിന്റെ ഭൂരിപക്ഷമുള്ള സ്ഥലമാണ് ഈ 3 സ്ഥലങ്ങളും. സാർ, അതിൽ മറ്റൊരു കാര്യം കൂടി ഒന്ന് ചോദിച്ചിട്ട് ഒരു സംശയമാണ്. അതായത് ഈ TK ഗോവിന്ദനും B കുഞ്ഞികൃഷ്ണനും G സുധാകരനും ഒക്കെ മുന്നോട്ട് വച്ച ആ CPM-ന്റെ നയവൈകല്യങ്ങൾക്കെതിരെയുള്ള ആ ഒരു സന്ദേശം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ വരെ ഈ കുറി വോട്ടെടുപ്പിൽ തെരഞ്ഞെടുപ്പിൽ അത് കാണിച്ചു എന്ന് വേണ്ടേ നമ്മൾ മനസ്സിലാക്കാൻ? അല്ല, തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റുകാർ കാണിച്ചത് കൊണ്ടാണ്, കമ്മ്യൂണിസ്റ്റുകാരും കൂടി ചേർന്ന് BJP അണികൾ കൂടി കാണിച്ചത് കൊണ്ടാണ് ഇത്തവണ UDF-ന് ഇത്രയും വലിയ വിജയം ഉണ്ടായിട്ടുള്ളത്. ഭരണവിരുദ്ധ വികാരത്തെക്കാൾ പിണറായി വിരുദ്ധ വികാരമാണ് കേരളത്തിൽ ആഞ്ഞടിച്ചത്. പിണറായി വിജയൻ എന്ന് പറയുന്ന മഹാദുരന്തം, മഹാപാപി അങ്ങനെ ഈ യാത്രയായി എന്ന് നമുക്ക് കൃത്യമായി മഹാപാപിയെ പെട്ടിയിലടിച്ച് അവസാനത്തെ ആണിയും തറച്ചു എന്നുള്ളതാണ് സത്യം. ഇനി ബാക്കി CPM-ന്റെ അണികൾ, അതിലുള്ള മറ്റു നല്ലവരായ നേതാക്കന്മാർ ആ പാർട്ടിയിലെ ശുദ്ധീകരണത്തിന് വേണ്ടി ബാക്കി കൈകാര്യം ചെയ്തോളും. പിണറായി വിജയന്റെ യുഗം അവസാനിച്ചു. ആ യുഗം അവസാനിച്ചില്ലായിരുന്നെങ്കിൽ കേരളം വലിയ നാശത്തിലേക്ക് പോകുമായിരുന്നു. എന്തായാലും 2026 ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനം വന്നതോടുകൂടി CPM-നകത്ത് ഇനി ഒരു ശുദ്ധികലശം തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന രീതിയിൽ സാറിൻ്റെ അഭിപ്രായം. അങ്ങനെ സംഭവിക്കും എന്ന് തന്നെ പ്രത്യാശിക്കാൻ. കാരണം ഇടതുപക്ഷം നിലനിൽക്കണം എന്ന് ഒരു താല്പര്യമുള്ള ആളുകൾ ധാരാളമുണ്ട്. ശക്തമായ പ്രതിപക്ഷം എന്ന രീതിയിലെങ്കിലും ഇടതുപക്ഷം ഇവിടെ ഉണ്ടായാലേ ഈ പറഞ്ഞ നെറുകേടുകൾക്കൊക്കെ ഒരു പക്ഷമായി നിലകൊള്ളാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളൊരു വീക്ഷണഗതിയിലൂടെ തന്നെ ഇടതുപക്ഷം നിലനിൽക്കട്ടെ. തീർച്ചയായും CPM ഒരു ശുദ്ധീകരണ കലശം നടത്തട്ടെ. അവിടെയുള്ള അപ്രസക്തമായ പുഴുക്കുത്തുകളെ അവർ ഒഴിവാക്കട്ടെ.